ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കടുമാങ്ങ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാങ്ങ ഒരു 4-5 മാങ്ങ എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വറുക്കാൻ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ തീ കത്തിച്ചിട്ട് അത് ഒരു പാൻ അല്ലെങ്കിൽ ഒരു കടായോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു കുറച്ച് കടുക് ഇട്ടിട്ട് നല്ലപോലെ പൊട്ടിച്ചെടുക്കാം. പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ മസാലയ്ക്കായിട്ട് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 2 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മാങ്ങയില്ലേ അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് കുറച്ച് സൊറുക്ക ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കാം. എന്നിട്ട് ഒരു നമ്മുടെ കടുമാങ്ങ എന്ന് പറയുമ്പോൾ നല്ല പുളിയും എരിവും ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ, മധുരമൊക്കെ ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 അച്ച് ശർക്കര ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നല്ലപോലെ നമുക്ക് കടുമാങ്ങ റെഡിയാക്കിയെടുക്കാം. പിന്നെ ഒരു കാര്യം, ഇതിലേക്ക് ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിനൊക്കെ ആയിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് കടുമാങ്ങ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.